സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. അടുത്ത 3 ദിവസം അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. മുൻകരുതലിന്റെ ഭാഗമായി ഓഗസ്റ്റ് 2 വരെ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി. മുൻകരുതലിന്റെ ഭാഗമായി കാസർഗോഡ്, വയനാട്, എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റംഷ സി പി ഉണ്ട്. റംഷ സി പി, വെരി ഗുഡ് ഈവനിങ് റംഷ. നാളെ 3 ജില്ലകൾക്ക് അവധിയാണ്. മഴ കനക്കുന്നു എന്നുള്ള വിവരമാണോ? ഡോക്ടർ, തീർച്ചയായും സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു എന്നത് തന്നെയാണ്. നാളെ 3 ജില്ലകൾ ഒഴികെ, അതായത് തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാസർഗോഡ്, വയനാട്, എറണാകുളം എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അംഗനവാടികൾ, അതുപോലെ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും തുറന്ന് പ്രവർത്തിക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ശക്തമായി മഴയുണ്ടാകും എന്നതാണ് മുന്നറിയിപ്പ്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ മഴ ശക്തമാകും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വടക്കൻ ജില്ലകളിലും അതോടൊപ്പം മലയോര പ്രദേശങ്ങളിലും ശക്തമായ ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും 2-ാം തീയതി വരെ, ഓഗസ്റ്റ് 2-ാം തീയതി വരെ കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മഴ ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ഏതായാലും വരുന്ന 3 ദിവസം ശക്തമായ മഴയാണ് സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഡോക്ടർ അരുൺ. റംഷ സി പി ആണ് വിവരങ്ങൾ നൽകിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. നാളെ മുതൽ വീണ്ടും മഴ കനക്കും.